ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സ്റ്റേജ് 1 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാധാരണഗതിയിൽ നമ്മളൊരു എക്സാം കഴിഞ്ഞിട്ട് അതിന്റെ അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം കമ്പൈൻഡ് ആയിട്ടായിരിക്കും ചെയ്യുക. പക്ഷേ ഇനി വരുന്ന എല്ലാ എക്സാംസിനും നമ്മൾ രണ്ട് രീതിയിൽ അനാലിസിസ് ചെയ്യുക. ഒന്ന് കറണ്ട് അഫയേഴ്സ് മാത്രം വെച്ചിട്ട്, ഒന്ന് എല്ലാം കൂടി ചേർത്തതിന് ശേഷമുള്ള അനാലിസിസ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്താണ് ഈ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിന് വളരെ മുമ്പ് തന്നെ ഏകദേശം 7-8 മന്ത്സ് മുമ്പ് തന്നെ നമ്മൾ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് എഴുതി തരും. സിലബസ് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കില്ല. അതേപോലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രമേ പഠിക്കാൻ വേണ്ടി പറയുള്ളൂ. എന്നിട്ട് അതിൽ നിന്ന് എത്ര വന്നു എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ് ഈ വീഡിയോസിൽ ഉണ്ടാവുക. അപ്പൊ എൻ്റെ പേര് കിരൺ. ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്ന അത്ലറ്റ് സ്റ്റഡി സർക്കിൾ ആണ്. അത് ലിങ്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന്റെ കറണ്ട് അഫയേഴ്സ് അനാലിസിസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോ എന്താ പറയാ, ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് മാത്രം 2024 LDC പരീക്ഷയ്ക്ക് ശേഷമാണ് നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ലേ? ഇനി ആ സമയത്ത് സാർ ഇതിന്റെ എന്താ പറയാ നോട്ടിഫിക്കേഷൻ അതായത് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരു 10th ക്ലാസ് മെയിൻസിന്റെ പരീക്ഷയുടെ സിലബസും അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിലബസും ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ KPSM രീതി ഉപയോഗിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. KPSM എന്ന് വെച്ച് കഴിഞ്ഞാൽ കിരൺസ് PSC സ്റ്റഡി മെറ്റീരിയൽ മെത്തേഡ് എന്നാണ് പറയാ. അല്ലെങ്കിൽ കേരള PSC സ്റ്റഡി മെറ്റീരിയൽ എന്നാണ് പറയാം. എൻ്റെ പേര് കിരൺ ആയതുകൊണ്ട് നമ്മൾ കിരൺ PSC സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നു. ഇതില് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യം, നമ്മൾ മുഴുവൻ സിലബസും പഠിക്കില്ല. മുഴുവൻ സിലബസും പഠിച്ചിട്ട് പോയിട്ട് PSC കിട്ടുന്ന കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ പഠിക്കാൻ പോകുന്ന മാക്സിമം 6 മന്ത്സ്. 6 മന്ത്സിൽ ഏതാണോ എക്സാം എന്ത് ചെയ്യണം, കിട്ടിയിട്ടുണ്ടാവണം. അതാണ് നമ്മൾ ചെയ്യുള്ളൂ. അല്ലേ? അപ്പൊ സിലബസ് അടിസ്ഥാനമാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, പഠിക്കുന്നുണ്ടാവുള്ളൂ. ഇനി അതിൽ നിന്ന് എങ്ങനെയാണ് വന്നത്, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അല്ലെ, PSCയുടെ എല്ലാ ബുള്ളറ്റിനും മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഓരോ ഡെയിലി കറണ്ട് അഫയേഴ്സ്, ഫുൾ തൊഴിൽ വാർത്ത, ഫുൾ തൊഴിൽ വീതി, എല്ലാ കറണ്ട് അഫയേഴ്സും എവിടെ ആര് ജനിച്ചു, എവിടെ ആര് മരിച്ചു, ആര് പ്രസിഡന്റ് ആയി, ആര് ലോകസുന്ദരിയായി, ആർക്ക് എന്തൊക്കെ വന്നു, എവിടേക്ക് എന്തൊക്കെ നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പഠിക്കുമോ, അതോ സിലബസുമായി ബന്ധപ്പെട്ടിട്ട് PSC നിങ്ങൾക്ക് സിലബസിൽ എഴുതി വെച്ച് തന്നിട്ടുണ്ട്, മക്കളെ ഞങ്ങൾ ഇവിടെ നിന്നാണ് ചോദ്യം ചോദിക്കാന്നുള്ളത്, അത് പഠിക്കുമോ എന്നെന്ത് ചെയ്യുക, നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അല്ലെ, നമ്മുടെ KPSM സ്ട്രാറ്റജി പ്രകാരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാൻ പോകുന്നത് ഒരു നോർമൽ എക്സാമിന് 3 ബുക്കായിരിക്കും. ഒന്ന് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ടൈം ടേബിളിൽ തരുന്ന ഭാഗങ്ങൾ മാത്രമുള്ള ഒരു GK ബുക്ക്, 2 മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന് ഒരു സെപ്പറേറ്റ് ബുക്ക്, മൂന്നാമത്തെ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിനുള്ള സെപ്പറേറ്റ് ബുക്ക്. ഇത്രയും കാര്യങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇതിന് ശേഷം കണ്ടതിന് ശേഷം പറയാ KPSM മെത്തേഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഇത്രയും കാര്യം അല്ലേ? അതെ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബയോളജി സിലബസ് എന്നാണ്. ബയോളജി സിലബസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോബൽ പ്രൈസ് ഇൻ ബയോളജി. ബയോളജി സിലബസുമായി ബന്ധപ്പെട്ടതല്ലേ. ഇവിടെ എൻവയോൺമെന്റ് ഉണ്ട്, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് പരിസ്ഥിതിയിലെ പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ പൊല്യൂഷൻ. അപ്പൊ പ്രധാനപ്പെട്ട പൊല്യൂട്ടഡ് സിറ്റീസ് അല്ലെങ്കിൽ എന്താ ഡേർട്ടിയർ സിറ്റീസ്. ഇത് ഗ്ലോബൽ വാർമിംഗ് ഒരു പരിസ്ഥിതി പ്രശ്നമല്ലേ. ആഗോള താപനം, അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗിന്റെ പേരിലെ COP മീറ്റിംഗ്. പുതിയ എന്തെങ്കിലും ഡിസീസസ് വന്നിട്ടുണ്ടെങ്കിൽ, കൊറോണയുടെ പുതിയ ഏതെങ്കിലും വേരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിപ്പയൊക്കെ വന്നിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യം. കേരളത്തിന്റെ സെക്സ് റേഷ്യോവും വാക്സിനേഷൻ ഡീറ്റെയിൽസും 2011 സെൻസസിലെ ഡാറ്റയെ നമ്മുടെ കയ്യിലുള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമ്മളെന്തില്ല, കയ്യിലില്ല. കാരണം എന്താ, പുതിയ സെൻസസ് വന്നിട്ടില്ല. അപ്പൊ അതന്നെയാണ് കറണ്ട് അഫയർ, വേറെ വഴിയൊന്നുമില്ല. പുതിയ എന്തെങ്കിലും സ്പീഷീസ് കേരളത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നാഷണൽ പാർക്ക് ന്യൂസിൽ ഉണ്ടെങ്കിൽ, IUCN സ്റ്റാറ്റസ് അനിമൽ ഉണ്ടെങ്കിൽ, എൻവയോൺമെന്റൽ ഡേ വാട്ടർ ഡേ സ്ലോഗൻ ഉണ്ടെങ്കിൽ, ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ബയോളജി എന്നുള്ള കറണ്ട് അഫയർ ഉള്ളത്. നമ്മുടെ ഇവിടെ അസിസ്റ്റന്റ് സെയിൽസ്മാന് ഇതിൽ ഏതെങ്കിലും ഒരു കറണ്ട് അഫയർ വന്നിട്ടുണ്ടോ? ഇല്ല. വന്നിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ നോബൽ പ്രൈസ് പഠിക്കാതിരിക്കോ? ഇല്ല. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ എന്താ പറയുന്നത്, ഈ കറണ്ട് അഫയേഴ്സ് എല്ലാം പഠിച്ചിട്ട് പോകണം. എല്ലാ ക്വസ്റ്റിനും ഒരേ കറണ്ട് അഫയർ ആണ് ചോദിക്കുക എന്നുള്ള പരിപാടി അവർ എന്തിട്ടുണ്ട്, വിട്ടിട്ടുണ്ട്. സർ ചില ചോദ്യങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ സമ്മതിച്ചു. അല്ലേ, പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് ചെയ്യില്ല, അതേ ചോദ്യം വന്നുകൊണ്ടേയിരിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, നെക്സ്റ്റ് സ്റ്റേജിൽ ഉള്ളവർക്ക്
ഇതേ കറണ്ട് അഫെയറും അതുമായി ബന്ധപ്പെട്ട കാര്യമാണോ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതോ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരമുള്ള ഇനി ബാക്കി എന്തൊക്കെ കറണ്ട് അഫെയർ ബാക്കിയുണ്ട്, ഇതൊന്നും വന്നിട്ടില്ലല്ലോ. ഓക്കെ അല്ലെ? ഈ ക്വസ്റ്റ്യൻസ് ആണോ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾ ചോദിച്ചാൽ എന്ത് പറയണം? ഈ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിലുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞു, നമ്മൾ ചെയ്തു. ഇനി വീണ്ടും അതന്നെ പഠിക്കുകയല്ല വേണ്ടത്, പുതിയ എന്തൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ഫിസിക്സ്. ഇതാണ് ഫിസിക്സിന്റെ സിലബസ്. ഇവിടെ ചലനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും അവസാനം ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവര് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്ന കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്, ഒന്ന് ഫിസിക്സ് എന്നുള്ള നോബൽ പ്രൈസ്, ഓക്കെ, രണ്ട് ISROയുടെ പുതിയ മിഷൻസ് 2023 മുതൽ 2025 വരെ, ഓക്കെ, സാറ്റലൈറ്റോ സ്പേസ്ഷിപ്പോ നാസയോ യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത്, ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് അഫെയർ. ഓക്കെ അല്ലെ? ദാ കിടക്കുന്നു കറണ്ട് അഫെയർ. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരിവൽ മോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസം എന്ത് ചെയ്തു, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? ഓക്കെ, ഇത് സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ അല്ലേ? അവർ കൃത്യമായി എഴുതിയിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഉപഗ്രഹമോ സ്പേസ് സ്റ്റിറ്റോ പോയാൽ അതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ കിട്ടിയില്ലേ? ഓക്കെ, ഇനി രസതന്ത്രവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ എന്താണ്? നോബൽ പ്രൈസ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോബൽ പ്രൈസ് എന്നുള്ള കാര്യം വന്നിട്ടേ ഇല്ല. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ നോബൽ പ്രൈസ് പഠിക്കാതിരിക്കോ? ഇല്ല. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 9-ാം തീയതി നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്ത് വരാനുള്ള സാധ്യതയുണ്ട്? നോബൽ പ്രൈസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇങ്ങനെയല്ലേ പഠിക്കുക, അല്ലാതെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ആ കറണ്ട് അഫെയറും അതുമായി ബന്ധപ്പെട്ട കാര്യവും എന്ന് പഠിക്കാൻ പോവോ? പഠിക്കാൻ പോകില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർസ് ആണ്. ഓക്കെ, അതിൽ നീതി ആയോഗിന്റെ ഇൻഡെക്സ് ഉണ്ടാവും, റിപ്പോ റിവേഴ്സ് റിപ്പോ ഉണ്ടാവും, RBI സെബി വേൾഡ് ബാങ്ക് ഏതെങ്കിലും ബാങ്കിന്റെ ചെയർമാൻ ഉണ്ടെങ്കിൽ അവരുടെ പേരുണ്ടാവും, ബഡ്ജറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, GST ബഡ്ജറ്റ്, പുതിയ ബഡ്ജറ്റിൽ എന്താണെന്നുള്ളത്, GST പുതിയ മീറ്റിംഗിൽ GST എന്താണ് അവർ പറഞ്ഞിരിക്കുന്നുള്ളത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നോബൽ പ്രൈസ് ഉണ്ടാവും. അപ്പൊ നോബൽ പ്രൈസ് കോമൺ ആണല്ലോ, എല്ലാ നോബൽ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യും, നോക്കി വെക്കുന്നതായിരിക്കും. ഓക്കെ അല്ലെ? നീതി ആയോഗിന്റെ CEO അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലെ? 2025 ബഡ്ജറ്റില് ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ്. ഓക്കെ, എന്ന വരികൾ എന്ത് ചെയ്തു, നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, തോമസ് ഐസക് എന്ത് ചെയ്ത് ധനമന്ത്രി നിന്ന് മാറിയത്. ധനമന്ത്രി തോമസ് ഐസക് ആണെങ്കിൽ എല്ലാ ബഡ്ജറ്റിലും അദ്ദേഹം എന്ത് ചെയ്യും, ഒരു 10 ലൈനിങ് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അത് മുഴുവൻ എന്തായിട്ട് വരും, പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെ പുതിയ ധനമന്ത്രി അങ്ങനെ ഒന്നും പറയാത്തതുകൊണ്ടും ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയി പറയുന്നതുകൊണ്ട് നമുക്ക് എന്തില്ല, വലിയ വിഷയമില്ല. പക്ഷെ നിർമ്മലാ സീതാരാമൻ എല്ലാ ബഡ്ജറ്റിലും എന്തെങ്കിലുമൊക്കെ ഉദ്ധരിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരായതുകൊണ്ട്, ഓക്കെ അല്ലെ, തിരുവള്ളുവരുടെ കാര്യങ്ങളും അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ബഡ്ജറ്റിലും അവർ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ബഡ്ജറ്റ് റിലേറ്റഡ് എഴുതി വെച്ചിട്ടില്ലേ, അതെല്ലാം നമ്മൾ പഠിക്കുന്ന കാര്യമായിരിക്കില്ലേ? അതെ. അപ്പൊ ധനതത്വ ശാസ്ത്രത്തിലുള്ള സിലബസിലുള്ള കാര്യമല്ലേ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിലുള്ള സിലബസ് എന്താ? ഇവിടെ പൗരത്വം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ സിറ്റിസൺഷിപ്പ് ആക്ട് 2024, അതല്ല ഏറ്റവും ലേറ്റസ്റ്റ്. ഓക്കെ അല്ലെ? പിന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, അതിലല്ലേ പ്രധാനമന്ത്രിയും മന്ത്രിമാരെല്ലാം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് മിനിസ്റ്റേഴ്സ് സെൻട്രലിലെയും സ്റ്റേറ്റിലെയും അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി. ഓക്കെ, അടുത്ത കാര്യം എന്താ? ഭരണഘടനാ ഭേദഗതിയിൽ ലേറ്റസ്റ്റ് ഭേദഗതി ഏതാ? 106ാമത് ഭരണഘടനാ ഭേദഗതി. അടുത്ത എന്താ? ഭരണഘടനാ സ്ഥാപനങ്ങൾ. അതിലെന്താ ഉള്ളത്? CAG, AG, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഹൈക്കോർട്ട് ഉണ്ട്, എന്നാലും ഹൈക്കോർട്ട് എവിടെയാണ്? സ്റ്റേറ്റിലും വരാവുന്നതാണ്. സോ നോ പ്രോബ്ലം, എല്ലാം ഉണ്ട്. ഓക്കെ, ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. ഇതൊരു ധനകാര്യ സ്ഥാപനമല്ലേ? അതെ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ഭൂമിശാസ്ത്രം. എന്താണ്? ജോഗ്രഫി. ജോഗ്രഫി എന്നുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്ന് ഇവിടെ ഇന്ത്യൻ ജോഗ്രഫിയിൽ റോഡ്, റെയിൽ, ജല, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് സിലബസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ കേരള ജോഗ്രഫി ഉറപ്പ് മക്കളെ. ഓക്കെ, കേരള ജോഗ്രഫിയിലും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ റോഡ്, ജല ഗതാഗതവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്ന് കൊച്ചി മെട്രോ, റെയിൽവേ, വാട്ടർവേ, വിഴിഞ്ഞം പോർട്ട്, വന്ദേ ഭാരത്, PM ഗതിശക്തി പ്രോഗ്രാം. ഓക്കെ അല്ലെ? പിന്നെ റെയിൽവേയിൽ എന്തൊക്കെയാ? ചിനാബ് റെയിൽവേ ബ്രിഡ്ജും, അഞ്ചീഗഡ് റെയിൽവേ ബ്രിഡ്ജും, പാമ്പൻ ബ്രിഡ്ജും. ഇതല്ലേ പുതിയതുള്ളത്? അതെ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് അഗ്രികൾച്ചർ കാണുന്നില്ലേ?
അതായത് എന്താണ്, കൃഷി, ധാതു, ഊർജ്ജ സ്രോതസ് കാണുന്നില്ലേ, അതിൽ ആരാണ് ടോപ്പ് ഉള്ളത്? ഓക്കെ, ഒരു 2023 മുതൽ 25 വരെയുള്ള ഡാറ്റ. ഓക്കെ, നാഷണൽ ജിയോ സ്പേഷ്യൽ പോളിസി പുതിയ, അതായത് ഇവിടെയുണ്ട്, ഇവിടെയാണ് ആ സംഭവം ഉള്ളത്. അതിന്റെ പേരാണ് വിദൂര സംവിധാനം, ഭൂമിശാസ്ത്രപരമായ വിദൂര സംവിധാനം, സിലബസിൽ ഉള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. പുതിയ IRNS ഉപഗ്രഹം എവിടേക്കാണ് അയച്ചത്, എപ്പോഴാണ് അയച്ചത്? ഓക്കെ, ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതല്ലേ? ഓക്കെ, അപ്പൊ ഇതെല്ലാം കറണ്ട് അഫയേഴ്സ് ആണല്ലോ. ഇതിൽ നിന്ന് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് എന്ത്? ചിന ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ സിലബസുമായി ബന്ധപ്പെട്ടതല്ലേ? ഏതാണ്? റെയിൽവേ ബ്രിഡ്ജ് അല്ലേ? റോഡ്, റെയിൽ, എയർ എന്ന് നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലേ? അതൊന്നുള്ള കറണ്ട് അഫയേഴ്സ് അല്ലേ ഉള്ളത്. നെക്സ്റ്റ് ആണ് ചരിത്രം. ഓക്കെ, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, 150 ആര്യ സമാജത്തിന്റെ എന്തായിട്ടുണ്ട്? ഇയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഓക്കെ, 150-ാം വർഷ സമയത്ത് ആര്യ സമാജത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരിക എന്ന് എടുത്തു പറഞ്ഞ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആര്യ സമാജം ഉറപ്പായിട്ട് എന്ത് ഉണ്ടാവും? എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ 100 years ഓഫ് വൈക്കം സത്യാഗ്രഹം മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് എല്ലാ കാര്യം എന്ത് ഉണ്ടാവും? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ഇന്ന് കറണ്ട് അഫയർ ആയി കൂട്ടുന്നില്ല. എന്നാലും ആര്യ സമാജം അവിടെ വന്നല്ലോ, അപ്പൊ അതൊരു ടോപ്പിക് അല്ലേ? ഓക്കെ, ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക് അല്ലേ? അതിന് 150 വർഷമായില്ലേ? അപ്പൊ അതിനെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു വെക്കുമല്ലോ. അതൊന്നും വന്നില്ലേ? അതിന് ആ ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്ത് വരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റ് ആയിട്ട് ഞാൻ കറണ്ട് അഫയേഴ്സ് എടുക്കണമില്ല. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്താണ്? തന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇവിടെ ഉണ്ടല്ലോ, എന്താണ്? ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി എന്ന് പറഞ്ഞിട്ട് അവിടെ സിലബസിൽ ഒരു ടോപ്പിക് കാണുന്നില്ലേ? ഉണ്ട്. അതിൽ വിദ്യാഭ്യാസം ഇല്ലേ? ഉണ്ട്. അവിടെ നിന്ന് എന്താണ് ടോപ്പിക് വരുന്നത്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. എന്താണ്? ലാംഗ്വേജ് ഇഷ്യൂ, മിസൈൽസ്, ഡിഫൻസ് എക്യുപ്മെന്റ്. ഇവിടെ ഇല്ലേ? സാങ്കേതിക മേഖലയിലെ പുരോഗതി. അങ്ങനെയാണെങ്കിൽ 2024-25. ഓക്കെ, ഇനി തൊട്ടടുത്തൊരു സംഭവം ഉണ്ട്, അതിന്റെ പേരാണ് വിദേശ നയം. അങ്ങനെ പറഞ്ഞിട്ടൊരു സിലബസ് ഇല്ലേ? അതില് റഷ്യ, ഉക്രൈൻ, ഇസ്രായേൽ, പാലസ്തീൻ, US, ഇറാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, ഇതല്ലേ വിദേശ നയത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങള്. ഇതിലെല്ലാം ഇന്ത്യ ഇടപെടുന്ന കാര്യമല്ലേ? ഓക്കെ, അപ്പൊ അതൊന്ന് വന്നിട്ടുള്ള കറണ്ട് അഫെയർ. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് എന്നല്ലേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതുമായി ഫോറിൻ അഫയേഴ്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് അല്ലേ? അതെ. ഓക്കെ, ഇനി ഫോറിൻ വിദേശ കാര്യത്തിൽ തന്നെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാവും. ആരൊക്കെയായിട്ട് നടക്കുന്നത്? US-ഉമായിട്ട് നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കത്തുന്ന കറണ്ട് അഫയർ. ഓക്കെ അല്ലെ? ബ്രിട്ടനുമായിട്ട് നടന്നു കഴിഞ്ഞു, ചിലിയുമായിട്ട് നടന്നിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്യുന്നു? സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യമൊക്കെയാണല്ലോ. അതെ, UN-ന്റെ ഇൻഡെക്സസ്, UN-ഉമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ, അവരുടെ ഡേ, സ്ലോഗൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. UN-ന്റെ ഒരാളുടെ പേരല്ലേ യുനെസ്കോ? അതെ, നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് യുനെസ്കോയുടെ എന്താണ് ആക്ച്വലി എന്താ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള എന്താണ് ലിസ്റ്റ്. ഓക്കെ, യുനെസ്കോയുടെ ചരിത്ര സ്മാരകങ്ങൾ. ഓക്കെ, ഇതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് മെമ്മറി ഓഫ് രജിസ്റ്ററിൽ ഇടപെടിച്ചത് 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാന്ന് ചോദിച്ചു. നമ്മൾ യുനെസ്കോ എന്താണ് ആക്ച്വലി പഠിച്ചിട്ടുള്ളതാണ്. യുനെസ്കോയുടെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്താണ്? എന്താ പറയാ, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സംഭവമായിരുന്നു. പക്ഷെ യുനെസ്കോവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ അല്ലേ? ഓക്കെ, അപ്പൊ സിലബസിൽ എഴുതിയിട്ടില്ലേ? എവിടെ? വേൾഡ് ഹിസ്റ്ററിയിൽ ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ എന്നവിടെ എഴുതിയിട്ടില്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് അല്ലേ അവിടെ ഉള്ളത്. ഇനി ഡിഫൻസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, എന്താണ്? ഇന്ത്യയുടെ ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക പുരോഗതി. അപ്പൊ ഡിഫൻസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും അടുത്ത എന്താ? വിദേശ നയം. വിദേശ നയത്തിൽ വരുന്നൊരു വേറെ കാര്യമല്ലേ? ഏതെങ്കിലും 2 രാജ്യങ്ങളോ അല്ലെങ്കിൽ ഒരു കൂട്ടം രാജ്യങ്ങളോ ഒരുമിച്ച് വല്ല സൈനിക അഭ്യാസം നടത്തുകയാണെങ്കിൽ അതൊരു സംഭവമല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് ബയലാറ്ററൽ ഡിഫൻസ് എക്സസൈസ്. ഓക്കെ, 2023 മുതൽ 25 വരെ നടക്കുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് അതൊന്ന് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ശുദ്ധി പ്രസ്ഥാനമായി, ഇന്ത്യ ഇസ്രായേൽ യുദ്ധമായി. ഇനി ഫോറിൻ പോളിസി ഇന്ത്യ പാകിസ്ഥാൻ ഇല്ലേ? അവിടെ എന്താ? പെഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുക്കുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്
എന്നല്ലേ ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. എങ്കിൽ കേരള അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കറണ്ട് അഫയേഴ്സ്, കേരള അഡ്മിനിസ്ട്രേഷന്റെ സിലബസ് ഇതാണ്. അതിൽ സിവിൽ സർവീസ് എന്ന് എഴുതി വെച്ചിട്ടില്ലേ? അതിലല്ലേ ചീഫ് സെക്രട്ടറി ആരാണ്, ഏതെങ്കിലും പുതിയ അപ്പോയിന്റ്മെന്റ് ADGP ആരാണ്, ആരെയാണ് മാറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. പുതിയ ഡിസാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എവിടെ എന്താ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ പുതിയ ദുരന്തങ്ങൾ, പുതിയ സൈക്ലോൺ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഉരുൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയില്ലേ? ഇവിടെ തണ്ണീർത്തട സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നില്ലേ? അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ പുതിയ റംസാർ വെറ്റ്ലാൻഡിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളല്ലേ, വെറ്റ്ലാൻഡ് തീം അല്ലേ? ഓക്കെ, അവിടെ ഒരു കാര്യം എഴുതിയിട്ടില്ല, എന്താണ്? മുതിർന്ന പൗരന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരെ എഴുതിയിട്ടില്ലേ? അവരുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ. സാർ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ സമ്മതിച്ചു. ഓക്കെ, ഞാൻ എല്ലാ കറണ്ട് അഫയേഴ്സും എന്റെ കയ്യിൽ നിന്ന് വരുന്നു പറഞ്ഞിട്ടില്ല. ഓക്കെ, വരുന്നു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി മൊത്തം കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ, മൊത്തം 20 കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ 17, 18 18 കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, നമ്മൾ കയ്യിൽ നിന്ന് വെക്കുക. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി. ഗവർണറുടെ അംഗീകാരത്തിന് അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം. ഓക്കെ, എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആയില്ലേ? സിലബസുമായി ബന്ധപ്പെട്ടതല്ലേ, സോഷ്യൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടതല്ലേ? അപ്പൊ PSC മാക്സിമം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സിലബസ് എന്നല്ലേ? അതെ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് IT, ഇൻഫർമേഷൻ ടെക്നോളജി. പുതിയ സെർച്ച് എഞ്ചിൻ, ഇപ്പുള്ള സെർച്ച് എഞ്ചിന്റെ പേരെന്തൊക്കെയാണ്? സോഷ്യൽ മീഡിയയുടെ പേരെന്തൊക്കെയാണ്? അതിന്റെ CEOs ആരൊക്കെയാണ്? IT ഫേം ഏതൊക്കെയാണ്? അതിന്റെ CEOs ആരൊക്കെയാണ്? പിന്നെ അടുത്തത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? പുതിയ IT-യിൽ 2024-25 എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു? ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഒന്ന് ഡീപ് ഫേക്ക്, ഓക്കെ, ഡീപ് സീക്ക്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് 2024-25 കാലഘട്ടങ്ങളിൽ എവിടെ വന്നിരിക്കുന്നത്? IT മേഖല ഡെവലപ്മെന്റ് ആയി വന്നിരിക്കുന്നത്. ഓക്കെ, കിടക്കുന്നു AI, പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന AI ടൂൾ ഏതാണ്? ഓക്കെ, എന്നാണെന്ത് ക്വസ്റ്റ്യൻ. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, നമ്മൾ എഴുതി വെച്ചതല്ലേ? നമ്മൾ എഴുതി വെച്ചതല്ല, അത് നിങ്ങളുടെ സിലബസിൽ ഉള്ളതാണ്. ഇതാണ് IT-യുടെ സിലബസ്. ഓക്കെ അല്ലേ? IT-യുടെ സിലബസിൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ്? സർവീസസ്, സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, ഗവർണൻസ്, പുതിയ എന്തെങ്കിലും IT-യുടെ എന്താണ് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് തന്നെയാണ് ഉള്ളത്. സിലബസിൽ പഠിക്കാനുള്ള കറണ്ട് അഫയേഴ്സ് അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് തന്നെയാണ് ഉള്ളത്. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട്, സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താ? ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. അതും നിങ്ങൾക്ക് അറിയാം, ആകെ കറണ്ട് അഫയർ മാത്രമേ അവിടെ ഉള്ളൂ. ആർക്കൊക്കെ പുതിയ അവാർഡ് കിട്ടി? നാഷണൽ അവാർഡ് ഇപ്പൊ വന്നിട്ടില്ലേ? ഓക്കെ അല്ലേ? ഷാറൂഖ് ഖാനാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അനുകൂലിക്കണ്ടോ പ്രതികൂലിക്കണ്ടോ എന്ന് അറിയില്ല. എനിക്ക് ഷാറൂഖ് ഖാൻ കൊടുത്തതിൽ വലിയ എന്തില്ല, താല്പര്യമില്ല. ഓക്കെ, നിങ്ങൾ ഷാറൂഖ് ഫാൻ ആയിരിക്കും, എനിക്ക് ഷാറൂഖ് ഖാൻ ഇഷ്ടമാണ്. എന്തായാലും എന്ത് ചെയ്യുക, നാഷണൽ അവാർഡ് പഠിക്കേണ്ടതല്ലേ? ഓക്കെ, ഓസ്കാർ, ഫിലിം ഫെസ്റ്റിവൽ, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, പത്മ അവാർഡ്സ്, ഓക്കെ, കേരള അവാർഡ്സ്, പിന്നെന്താ അവാർഡ്സ്, ബുക്ക് ഓതേഴ്സ്, ഇതൊക്കെ നമുക്ക് വരുന്നതല്ലേ? ജ്ഞാനപീഠം ഇപ്പോ പുതിയതാർക്കാണ് കിട്ടിയിരിക്കുന്നത്? അതേപോലെ 2025-ലെ 24 എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ഇന്ന് വരാൻ പോണത്. ഫുൾ കറണ്ട് അഫയേഴ്സിന്റെ മേളമല്ലേ ഇവിടെ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ. പിന്നെ സ്പോർട്സിൽ ആർക്കൊക്കെ അവാർഡ് കിട്ടി, അർജുൻ ആർക്കാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ വരിക. ഓക്കെ, അത് ഇവിടെ സിലബസിൽ കൊടുത്തിട്ടുണ്ടോ? കൃത്യമായി കൊടുത്തിട്ടുണ്ടല്ലോ. ദൃശ്യശ്രാവ്യ കലകളാണിത്. ഓക്കെ, ഇവിടെ ഒളിമ്പിക്സ് അവിടെ കൊടുത്തിട്ടില്ലേ? ഓക്കെ, പ്രധാന അവാർഡുകൾ അവിടെ കൊടുത്തിട്ടില്ലേ? കായിക രംഗത്തുള്ള അവാർഡുകൾ, എന്താണ് കലയിൽ നിന്നുള്ള അവാർഡുകൾ, ദേശീയ ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടില്ലേ? ഓക്കെ അല്ലെ? അതിൽ നിന്നുള്ള സാഹിത്യത്തിനുള്ള അവാർഡുകൾ അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ടല്ലോ. മലയാള സിനിമയുടെ ഉത്ഭവം, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തതല്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളും അവിടെ എഴുതിയതല്ലേ? അങ്ങനെയെങ്കിൽ ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം എന്നല്ലേ അവിടെ കൊടുത്തിരിക്കുന്നത്? നമ്മൾ എഴുതി വെച്ചല്ലേ? ഇവിടെ സിലബസിലുള്ളതല്ലേ? ദൃശ്യശ്രാവ്യ കലകൾ, നമ്മുടെ കേരളത്തിന്റെ തനതായ കലകൾ, അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയറിൽ അവിടെ വന്നിരിക്കുന്നത് 2024-25 സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ എന്താണ്? ഗോത്ര കലാരൂപങ്ങൾ. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങൾ നമ്മുടെ ബുക്കിൽ എഴുതുമ്പോൾ എല്ലാ കാര്യങ്ങളും എഴുതും. ഓക്കെ, അതായത് ഒരു കറണ്ട് അഫയർ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാം എഴുതും. അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ നമുക്ക് സിലബസ് അറിയുകയാണെങ്കിൽ സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഓക്കെ, എത്ര പേര് സ്കൂൾ കലോത്സവം ഒക്കെ ഏതൊക്കെ ഉൾപ്പെടുത്തുന്നൊക്കെ നോക്കും? ഇല്ല, നോക്കാനുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് സിലബസ് അറിയുവാണെങ്കിൽ, ഓക്കെ, നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ട എന്ത് കറണ്ട് അഫയേഴ്സ് കണ്ടാലും നമ്മുടെ കറണ്ട് അഫയർ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യും? എഴുതി വെക്കുന്നതായിരിക്കും. അതാണ് നമ്മൾ റെഫർ ചെയ്യുക. അപ്പോഴല്ലേ നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലായ? ഓക്കെ, ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. അതെ, സുപ്രധാന നിയമങ്ങൾ അതൊന്നുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. കമ്മീഷന്റെ എന്താണ്, ഏതെങ്കിലും കമ്മീഷൻ ഉണ്ടെങ്കിൽ അവരുടെ ചെയർമാൻ, പിന്നെന്താ ഇമ്പോർട്ടൻസ് ഓഫ് BNS BNSS. ഓക്കെ, സെക്ഷൻ അല്ല പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലെ? ഇനി ന്യൂസ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് വന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം. ഓക്കെ, കിട്ടുന്നവരുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ചോദ്യം, ഈ ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? നിങ്ങൾ തന്നെ പറ. ഓക്കെ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പോവില്ലേ? പക്ഷെ നമ്മൾക്ക് 18 വേണ്ടത്, അതോ ഈ 2 വേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഓക്കെ, ആദ്യം നമ്മുടെ കയ്യിൽ ആ 18 ഉണ്ടാവണം, എന്നിട്ട് വേണം 2ലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി 2 കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മിഷൻ 90 ആണ്. 90 മാർക്കല്ലേ വേണ്ടത്. ഓക്കെ, അത് നമുക്ക് കിട്ടിയാൽ മതി. അതിനുവേണ്ടി ഇത്രയും കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുമായ ഒരു സാധനം ഉണ്ടാവും. അതിന്റെ പേരാണ് ടൈം. ടൈം ഈസ് മണി. ഓക്കെ, ടൈം ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും കൂടുതൽ നമ്മളെ വലിയ അസറ്റ്. ആ സമയം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യമൊക്കെ അല്ല. രണ്ടാമത്തെ, ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ച ഏത് നഗരത്തിലാണ്? IT-യുമായി കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷെ ഞാൻ കണക്ട് ചെയ്യുന്നില്ല. കാരണം ഇത് എന്താ പറയാ, എല്ലാവരും നോക്കിയിട്ട് പോകുന്ന ഒരു കറണ്ട് അഫയർ ആയിരിക്കില്ല. ഓക്കെ, ഒരുപാട് കാര്യം നോക്കാനുള്ളതില്ലേ? അപ്പൊ എന്റെ ചോദ്യം, എല്ലാം പഠിച്ചിട്ട് ഈ 2 വേണോ, അതോ നമ്മൾ നമ്മുടെ സിലബസ് മാത്രം നോക്കിയിട്ട് ബാക്കി എല്ലാം വേണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഓക്കെ അല്ലേ? എല്ലാം പഠിച്ചതിന് ശേഷം 2 കിട്ടുന്നതാണോ വലുത്, അതോ സിലബസ് മാത്രം നോക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം കിട്ടുന്നതാണോ വലുത്? അപ്പൊ എന്റെ ചോദ്യം വീണ്ടും നിങ്ങളോട്. ഓക്കെ, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ. നിങ്ങൾക്ക് എല്ലാ കറണ്ട് അഫയേഴ്സും പഠിക്കണോ, അതോ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു സിലബസ് മാത്രം പഠിച്ചാൽ മതിയോ? സാർ, ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ മാത്രമാണോ? അല്ല, എൻറ്റയർ PSC എക്സാമിനാണ്. നിങ്ങൾ എന്ത് എഴുതുന്നവരാണെങ്കിലും, ഓക്കെ, നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് എഴുതുന്നവരാണെങ്കിലും, CP എഴുതുന്നവരാണെങ്കിലും, SI എഴുതുന്നവരാണെങ്കിലും, ഇനി എന്ത് PSC എക്സാം എഴുതുന്നവരാണെങ്കിലും, ടീച്ചർ ആണെങ്കിലും, ഹൈസ്കൂൾ ടീച്ചർ ആണെങ്കിലും, LP UP ടീച്ചർ ആണെങ്കിലും, എല്ലാവർക്കും ഉള്ള കമ്പമാണ്. നിങ്ങളുടെ സിലബസ് നോക്കുക, ഒരു സെപ്പറേറ്റ് ബുക്ക് വെക്കുക കറണ്ട് അഫയറിൽ. അതിൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതില്ല, നമ്മൾ സിലബസിലുള്ള കാര്യം മാത്രമേ എഴുതുള്ളൂ. എന്നിട്ട് അതന്നെയായിരിക്കും റിവൈസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും? മാർക്ക് വാങ്ങുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ SI ആണെങ്കിൽ എന്റെ പെട്ടെന്നുള്ള ഓർമ്മയിൽ 15 മാർക്കാണ് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ 15ൽ 13 സ്കോർ ചെയ്യും. ഓക്കെ, ഈ നമ്മൾ എന്താ CPO ആണെങ്കിൽ 10 മാർക്കാണ് ഉള്ളത്, 10ൽ എന്ത് ചെയ്യും? 8 സ്കോർ ചെയ്യും. LDC ആണെങ്കിൽ 20 മാർക്കാണ് ഉള്ളത്, 20ൽ എന്ത് ചെയ്യും? 18 സ്കോർ ചെയ്യും. ഇനി പറ, KPSM മെത്തേഡ് വർക്ക് ചെയ്യുന്നുണ്ടാ? വർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ ഫോളോ ചെയ്യുക. ഓക്കെ, വിത്തിൻ 6 മന്ത്സ്, അയ്യോ 6 മന്ത്സ് അല്ലല്ലോ, വിത്തിൻ 6 മന്ത്സ്, ഓക്കെ, നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? എന്താ പറയാ, PSC കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? വിത്തിൻ 2 മന്ത്സ് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? സെക്രട്ടറി അസിസ്റ്റന്റ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ല സാർ ഇങ്ങനെയല്ല വരുന്നത്, അല്ല എന്താ സാർ ഇത് നേരത്തെ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല എന്നാണെങ്കിൽ പണ്ടോട്ടുള്ള വീഡിയോസ് ചെക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? അല്ല ഇങ്ങനെയല്ല വരുന്നത് എങ്കിൽ എന്നോട് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. സാർ ഇങ്ങനെയല്ല, ഇതെല്ലാം ന്യൂസ് എന്നുള്ളതാണ്, കാണിച്ചു തരിക. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് നോക്കിക്കോളൂ. ഓക്കെ, എനിത്തിങ്, ഒരു 2021 ശേഷമുള്ള എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കോളൂ. ഓക്കെ, അപ്പോഴല്ല PSC മാറ്റിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി മൊത്തം അനാലിസിന്റെ ഒരു വീഡിയോ ചെയ്യാണ്ട്. നമ്മുടെ KPSM മെത്തേഡ് വർക്ക് ആയിട്ടുണ്ട്. പിന്നെ എക്സാം എന്തായിരുന്നു? ഫാക്ട് ബേസ്ഡ് ആയിരുന്നു. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഓക്കെ, ഒരു PSC കിട്ടണമെങ്കിൽ 3 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് വർക്ക് ഞാൻ ചെയ്തു തരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലക്ക്. ഇന്നത്തെ എക്സാം പോലെ അതേപോലെ ആയിരിക്കില്ല 9th നടക്കാൻ പോകുന്ന എക്സാം. ഓക്കെ, അത് നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അറിയാം. ഒരു PSC പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും അറിയാവുന്നതാണ്. ഒരു സ്റ്റേജ് പോലെ ആയിരിക്കില്ല അടുത്ത സ്റ്റേജ്. അപ്പൊ ഈ സ്റ്റേജിൽ മുഴുവൻ ഫാക്ട് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യരുത്? അതേപോലെ ആണെന്ന് വിചാരിക്കരുത്. എക്സാം എന്തായിരിക്കും? ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇങ്ങനെ തന്നെ വരട്ടെ.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്വസ്റ്റ്യൻ കിട്ടട്ടെ, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, പക്ഷേ ഒരു 2 സ്റ്റേജും PSC ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരിക്കലും ഒരേപോലെ വെക്കില്ല. എന്നിട്ട് നോർമലൈസേഷൻ ഒക്കെ നടത്തുന്ന പ്രോസസ്സാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 9th പഠിക്കുന്നവർ എങ്ങനെയാണോ പഠിക്കാൻ പറഞ്ഞത് അതേപോലെ തന്നെ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതാണ്. ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇതേപോലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഓക്കെ, അപ്പോ കിരൺ സ്റ്റഡി സർക്കിൾ ടെലഗ്രാം ഗ്രൂപ്പ് കാണാം. ബൈ.